നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2024 ജൂൺ മാസത്തിലെ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. മിഥുനക്കൂറുകാരെ ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകയിരം നക്ഷത്രത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങളും, തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും. ഈ കൂറുകാരുടെ 11ാമത്തെ ഭാവമായ മേടം രാശിയിലേക്കാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത്. ചൊവ്വ ഒരു ആഗ്നേയ ഗ്രഹമാണ്. ആഗ്നേയ ഗ്രഹങ്ങൾ ആഗ്നേയ രാശികളിൽ നിൽക്കുന്നത് വളരെ ഉത്തമമാണ്. മേടം രാശി ഒരു ആഗ്നേയ രാശിയാണ്. ഇതുകൂടാതെ മേടം രാശി ചൊവ്വയുടെ മൂലക്ഷേത്രവുമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ചൊവ്വ മേടം രാശി നിൽക്കുമ്പോൾ വളരെ ബലവാനായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ചാരവശാൽ ചൊവ്വ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 11 നമ്മുടെ ലാഭസ്ഥാനമാണല്ലോ. 11ൻ്റെ അധിപൻ ബലവാനായി 11ൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. നമ്മുടെ തൊഴിലിൽ നിന്നും നല്ല ആദായം ലഭിക്കുന്നതാണ്. സർവീസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ പ്രവർത്തന മേഖലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 6ൻ്റെയും 11ൻ്റെയും അധിപനാണ്. ചൊവ്വയുടെ ഈ രാശിമാറ്റത്തിൽ മിഥുനക്കൂറുകാരുടെ 11ാം ഭാവാധിപനായ ചൊവ്വ 11ൽ നിൽക്കുകയും തൻ്റെ മറ്റൊരു ഭാവമായ 6ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 ഭാവങ്ങളും ഇപ്പോൾ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. 6ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, ലോണുകൾ മുതലായ കാര്യങ്ങളാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 6ാം ഭാവാധിപൻ ബലവാനായി ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 6ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഊന്നുമ്പോൾ നമ്മൾ ശത്രുക്കളെ ജയിക്കും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. കൂടാതെ ശത്രുക്കളിൽ നിന്നും ഒരു ലാഭം നമുക്കുണ്ടാവുകയും ചെയ്യും. ശത്രുവിൽ നിന്നും ഒരു ലാഭം ഉണ്ടാവുക എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ലാഭത്തിൽ വാങ്ങിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ശത്രുവുമായിട്ടുള്ള ഒരു കേസ് നമ്മൾ ജയിച്ച് അതുവഴി ഒരു നേട്ടം നമുക്കുണ്ടാകുന്നതുമാകാം. 6ാം ഭാവം നമ്മുടെ കടങ്ങളുടെ ഭാവമാണല്ലോ. ചൊവ്വ കടത്തിൻ്റെ കാരകനുമാണ്. ഈ ചൊവ്വ ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ മറ്റൊരാൾ നമ്മിൽ നിന്നും കടം വാങ്ങിയ പണം കാലങ്ങൾക്ക് ശേഷം തിരികെ തരുന്നതുമാകാം. 11ൽ നിന്നുകൊണ്ട് ചൊവ്വ നമ്മുടെ 2ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഒരു ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമി ഇടപാടുകളിൽ കൂടി ലഭിക്കുന്നതുമാകാം. ഇപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി നമ്മുടെ 5ാം ഭാവത്തിൽ കൂടി പതിയുന്നതിനാൽ ഇൻഷുറൻസ് വഴിയോ ഷെയർ മാർക്കറ്റിൽ കൂടിയോ ഗാംബ്ലിംഗ് വഴിയോ ചിട്ടി വഴിയോ അതുമല്ലെങ്കിൽ ലോട്ടറി വഴിയോ ഒരു വരുമാനവും ആകാം. ചൊവ്വ കടത്തിനെയും ബാധ്യതയെയും ലോണിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമായതിനാൽ ലോൺ വഴിയും ഒരു തുക നമ്മുടെ കയ്യിൽ ഈ സമയത്ത് എത്തിച്ചേരാം. സാഹിത്യം, കലാസൃഷ്ടി, സംഗീതം മുതലായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് 5ാം ഭാവം. അതുവഴിയും ഒരു നേട്ടം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഡ്രൈവിംഗ് മുതലായ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ഈ മേഖലകളിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ പൊതുവായി നോക്കുമ്പോൾ ഈ 2024 ജൂൺ മാസത്തിലെ ചൊവ്വയുടെ മേടം രാശിയിലെ സ്ഥിതി മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു റിസൾട്ട് കൊണ്ടുതരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ 12ൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്. കൂടാതെ 9ൽ സഞ്ചരിക്കുന്ന അഷ്ടമാധിപനായ ശനിയും. ശനി 9ാം ഭാവാധിപനായതിനാൽ വലിയ ദോഷങ്ങൾ തരാനിടയില്ല. എങ്കിലും ഈ ശനിയുടെ ദൃഷ്ടി ഇപ്പോൾ ചൊവ്വയുടെ മേൽ പതിയുകയാണ്. ശനി ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നത് നന്നല്ല. ഇത്തരം സാഹചര്യത്തിൽ വ്യാഴനെയും ശനിയെയും ചൊവ്വയെയും ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴാനുകൂല്യം ലഭിക്കുവാൻ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം കഴിപ്പിക്കാവുന്നതാണ്. ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുകയോ ഭാഗ്യസൂക്താർച്ചന കഴിപ്പിക്കുകയോ ചെയ്യാം. ശനിപ്രീതിക്ക് ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുകയാണ് വേണ്ടത്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉചിതമായ വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.